400 വർഷങ്ങൾക്ക് മുമ്പ് കപ്പൽ യാത്രകൾ വളരെ അപകടം നിറഞ്ഞതായിരുന്നു. ചരക്കുകൾ നഷ്ടപ്പെടാം, കപ്പൽ മുങ്ങാം, ഒരു ദിവസം കൊണ്ട് ഏത് വലിയ കച്ചവടക്കാരനാണെങ്കിലും തിരവിലാക്കപ്പെടാം. ഈ ഒരു പേടിയിൽ നിന്നാണ് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ സാമ്പത്തിക വിപ്ലവം പിറവിയെടുക്കുന്നത്. ഒരു കൂട്ടം ഡച്ചുകാർ ഒറ്റ രാത്രി കൊണ്ട് മുതലാളി എന്ന വാക്കിൻ്റെ തന്നെ അർത്ഥം മാറ്റിമറിച്ചു. ഈ കഥ തുടങ്ങുന്നത് ലോകത്തിലെ ആദ്യത്തെ ഓഹരിയും അതിൻ്റെ ദുരന്തകരമായ അന്ത്യവും പറഞ്ഞുകൊണ്ടാണ്. AD 1602 ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി അഥവാ VOC സുഗന്ധവ്യഞ്ജന വ്യാപാരമായിരുന്നു ലക്ഷ്യം. എന്നാൽ യാത്രയുടെ ഭീമമായ ചെലവ് ഏതൊരാളെയും ഭയപ്പെടുത്തി. ഇതിൽ നിന്ന് രക്ഷ നേടാൻ അവർ കണ്ടുപിടിച്ച മാർഗം ഇതായിരുന്നു: യാത്രയുടെ ചെലവ് സാധാരണക്കാരുമായി പങ്കുവെക്കാൻ. നിങ്ങളൊരു ചെറിയ പണം മുടക്കൂ, ലാഭത്തിൻ്റെ ഒരു പങ്ക് നിങ്ങൾക്ക് നൽകാം. അതോടെ സാധാരണക്കാർക്ക് ആദ്യമായി ലോകത്തിലെ വലിയൊരു ബിസിനസ്സിൻ്റെ ഉടമയാകാനൊരവസരം കിട്ടി. ആംസ്റ്റർഡാമിലെ പല ചായക്കടകളിലും അവർ ഇത്തരം പേപ്പറുകൾ കൈമാറി. ഇതായിരുന്നു ലോകത്തിലെ ആദ്യത്തെ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. VOC വളർന്ന് 150 വർഷം അവർ ലോകം ഭരിച്ചു. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ മൂല്യമുള്ള കമ്പനിയായി അവർ മാറി. ഷെയർ മേടിച്ച പലരും കോടീശ്വരന്മാരായി. പക്ഷേ നല്ല കാലം കഴിഞ്ഞ് 1700കളുടെ അവസാന കാലം കമ്പനിയുടെ ഉടമസ്ഥതയിലുള്ള പ്രശ്നങ്ങളും യുദ്ധവും കാരണം അവരുടെ കടം പെരുകി. 1799 ലോകത്തിലെ ആദ്യത്തെ ഓഹരി വിപണിയെ സൃഷ്ടിച്ച VOC ഔദ്യോഗികമായി തകർന്ന് അടച്ചുപൂട്ടി. ചരിത്രത്തിൻ്റെ ഭാഗമായി ലോകത്തിലെ ആദ്യത്തെ ഓഹരിയുടെ യാത്ര അവിടെ അവസാനിക്കുകയാണ്. VOC എന്നൊരു കമ്പനി തകർന്നാലും അതിൻ്റെ ആശയം ലോകമെമ്പാടും പടർന്നു. ഇന്ന് നാം കാണുന്ന ഓഹരി വിപണി രൂപപ്പെട്ടതും ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഇന്ന് കമ്പനികൾക്ക് വളരാൻ മാത്രമല്ല, ആളുകൾക്ക് അവരുടെ പണം വളർത്തുവാനും ഓഹരി വിപണി സഹായിക്കുന്നു. ഇത് ഒരു പണ കൈമാറ്റത്തിൻ്റെ ഇടമാണ്. നിങ്ങളൊരു കമ്പനിയിൽ പണം നിക്ഷേപിക്കുമ്പോൾ നിങ്ങൾ വെറും ഒരു നിക്ഷേപകൻ മാത്രമല്ല, ആ കമ്പനിയുടെ ഭാഗമായൊരു ഉടമ കൂടെയാണ്. കമ്പനിയുടെ വളർച്ചയിൽ നിങ്ങൾക്കും പങ്കാളിത്തമുണ്ട്. ഇനി സ്റ്റോക്ക് മാർക്കറ്റ് അഥവാ ഓഹരി വിപണി എന്ന ഈ ഒരു കോൺസെപ്റ്റ് നമുക്ക് കേരളത്തിലൊരു അടുക്കളയിൽ നിന്ന് നോക്കിക്കാണാം. നിങ്ങൾ ഉണ്ണിയപ്പം ഉണ്ടാക്കി വിൽക്കുന്ന ചെറിയൊരു സംരംഭം തുടങ്ങിയെന്ന് കരുതുക. അമ്മാസ് ഉണ്ണിയപ്പം, നല്ല രുചിയുണ്ട്, വലിയ ഡിമാൻഡ്. നിങ്ങൾക്ക് ഈ ഉണ്ണിയപ്പം കേരളത്തിലെ എല്ലാ ജില്ലകളിലും ദുബായിലും വിൽക്കണം. അതിന് കോടികൾ മുടക്കണം. അപ്പോൾ എന്ത് ചെയ്യും? നിങ്ങൾ നിങ്ങളുടെ കമ്പനിയെ ഓഹരി വിപണിയിൽ ഇറക്കുന്നു. ഈ പ്രക്രിയയുടെ പേരാണ് ഇനിഷ്യൽ പബ്ലിക് ഓഫറിംഗ് അഥവാ IPO. നിങ്ങളുടെ കമ്പനിയുടെ ഉടമസ്ഥാവകാശം ചെറിയ കഷ്ണങ്ങളാക്കി ജനങ്ങൾക്ക് വിൽക്കുകയാണ് ഈ പ്രോസസ്സ്. ഇനി നിങ്ങളുടെ കമ്പനിയുടെ ഒരു ഷെയർ 100 രൂപയ്ക്ക് ഒരാൾ വാങ്ങിയെന്ന് കരുതുക. അയാൾ നിങ്ങളുടെ കമ്പനിയുടെ ഒരു ഭാഗമായി മാറിയിരിക്കുകയാണ്. ഇങ്ങനെ ഒരുപാട് പേർ നിങ്ങളുടെ കമ്പനിയുടെ ഷെയർ മേടിക്കുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ കമ്പനിയുടെ വളർച്ചയ്ക്കായുള്ള പണം ലഭിക്കുകയും നിങ്ങൾ പുതിയ കടകൾ തുടങ്ങുകയും ഉണ്ണിയപ്പം ഉണ്ടാക്കാനുള്ള യന്ത്രങ്ങൾ മേടിക്കുകയും ചെയ്യുന്നു. ഇനി നിങ്ങളുടെ ഉണ്ണിയപ്പം കൂടുതൽ പേർക്ക് ഇഷ്ടപ്പെടുമ്പോൾ കൂടുതൽ പേർ നിങ്ങളുടെ കമ്പനിയുടെ ഷെയർ മേടിക്കുന്നു. അങ്ങനെ ഓഹരിയുടെ വില ഉയരും. 100 രൂപയ്ക്ക് മേടിച്ച ആ സ്റ്റോക്ക് 500 രൂപയായി മാറാം. ഇതാണ് സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ മാജിക്. എന്നാൽ ഇതൊരു ചൂതാട്ടമല്ല. സ്റ്റോക്ക് മാർക്കറ്റ് ഒരു സീസോ പോലെയാണ്. ഡിമാൻഡ് കൂടുമ്പോൾ പ്രൈസ് മുകളിലേക്ക്, കുറയുമ്പോൾ താഴേക്ക്. ഉദാഹരണത്തിന്, നിങ്ങളുടെ ഉണ്ണിയപ്പത്തിൻ്റെ പ്രധാന ചേരുവയിൽ വിഷാംശം കണ്ടെത്തിയെന്ന വാർത്ത വന്നാലോ ആളുകൾ ഭയപ്പെടും. അവർ കൂട്ടത്തോടെ ഷെയർ വിൽക്കും. സപ്ലൈ കൂടുമ്പോൾ വില താഴോട്ടേക്ക് പോകും. ഇത് വലിയ നഷ്ടങ്ങൾ സൃഷ്ടിക്കാം. സ്റ്റോക്ക് മാർക്കറ്റിൽ ഈ കയറ്റിറക്കങ്ങൾ വെറും വാർത്തകളെ മാത്രം ആശ്രയിച്ചല്ല, രാഷ്ട്രീയം, കാലാവസ്ഥ, സാമ്പത്തിക നയം, എന്തിനേറെ പറയും നിക്ഷേപകരുടെ വികാരം തന്നെ സ്റ്റോക്കിൻ്റെ വിലയെ ബാധിക്കും. അതുകൊണ്ട് തന്നെ ഒറ്റ ദിവസം കൊണ്ട് പണക്കാരനാവാൻ ശ്രമിക്കരുത്. പഠിക്കുക, ക്ഷമയോടെ കാത്തിരിക്കുക. ഇതാണ് വിപണിയിൽ വിജയിക്കാനുള്ള ഒരേ ഒരു മന്ത്രം. ഇന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലെ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് ഉണ്ണിയപ്പം ഉണ്ടാക്കുന്ന കമ്പനി മുതൽ ആകാശത്തേക്ക് റോക്കറ്റ് അയക്കുന്ന കമ്പനിയുടെ വരെ ഷെയർ മേടിക്കാൻ സാധിക്കും. ഞാൻ ഒന്നുകൂടെ പറഞ്ഞുകൊള്ളട്ടെ: പഠിക്കുക, നിക്ഷേപിക്കുക. ഇനി അടുത്ത വീഡിയോയിൽ എന്താണ് നിഫ്റ്റി, സെൻസെക്സ് എന്നും എങ്ങനെയാണ് ഇത് ഒരു സാധാരണക്കാരൻ്റെ ജീവിതത്തെയും നിങ്ങളുടെ വീട്ടിലെ ചെലവിനെയും ബാധിക്കുന്നതെന്ന് നമുക്ക് പഠിക്കാം. ഈ അറിവ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കമൻറ്റ് ബോക്സിൽ നിങ്ങൾ ആദ്യമായി വാങ്ങാൻ ആഗ്രഹിക്കുന്ന സ്റ്റോക്ക് ഏതാണെന്നും രേഖപ്പെടുത്തുക.